സിസ്റ്ററെ, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാനെന്നാ ഇറങ്ങുവാ. ആ രമണി സിസ്റ്റർ ഇപ്പോൾ വരും. കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ അരമണിക്കൂർ കഴിഞ്ഞ് കൊണ്ടുപോകാൻ പറയണം. ആ, ഞാൻ പറയാം. ഇത് തന്നെയാ പറ്റിയ സമയം. സിസ്റ്ററെ, ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ കൊണ്ടുപോവാണേ. ആഹാ, രമണി സിസ്റ്റർ വന്നോ? അരമണിക്കൂർ കഴിഞ്ഞേ വരൂന്നാണല്ലോ ഗ്രേസി സിസ്റ്റർ പറഞ്ഞത്. ആ, അരമണിക്കൂർ കഴിഞ്ഞാൽ പേഷ്യന്റിന് സ്കാനിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ കൊണ്ടുപോകുന്നത്. ആ, ശരി. ഇത് രമണി സിസ്റ്റർ അല്ലല്ലോ. സിസ്റ്ററെ, ഒന്ന് നിന്നേ. സിസ്റ്ററെ, ചേട്ടാ, ഒരു നേഴ്സ് ഒരു കുഞ്ഞുമായിട്ട് പോകുന്നുണ്ടോ? കണ്ടില്ല. അവര് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതാ. ആണോ? ഞാനും നോക്കാം. രാജ, പുറത്തേക്കുള്ള എല്ലാ വാതിലും വേഗം ലോക്ക് ചെയ്യാൻ പറ. ഒരു കുഞ്ഞ് മിസ്സായിട്ടുണ്ട്. ഓ, എല്ലാം കൂടി നശിപ്പിച്ചു. ഇതിനെങ്ങ് കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞാലോ? വേണ്ട, അത് അപകടാ. പുറത്തേക്കുള്ള എല്ലാ വഴിയും പൂട്ടിക്കഴിഞ്ഞു. ഇപ്പം ഇതിനെ കൊന്നാ ഞാൻ പിടിക്കപ്പെടും. രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. ടെൻഷൻ ആവണ്ട, കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല. പുറത്തേക്ക് പോകാനുള്ള എല്ലാ വാതിലുകളും ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ആർക്കും കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഞാനൊന്ന് നോക്കിയിട്ട് ഇപ്പൊ വരാം. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താ, നിനക്ക് വിശ്വാസം വരുന്നില്ലേ?
തെളിവിന് ആശുപത്രിയിലെ CCTV വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനുള്ള മറുപടി അവർക്ക് നമ്മൾ തന്നെ കൊടുക്കണം. അതാ വേണ്ടത്. ഈ വീടിനോടും നമ്മളോട് ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടും ഇനിയും അവരുടെ പുക അടങ്ങിയിട്ടില്ല. അച്ഛാ, ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് തന്നെ പോലീസിൽ പരാതി കൊടുക്കണം. ഇതിന് പോലീസിലെ പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പോലീസുകാർ അവരെ എന്ത് ചെയ്യും? ഏറി വന്നാൽ ചോദ്യം ചെയ്യുമായിരിക്കും. അന്നേരം അവര് കരഞ്ഞു വിളിച്ച് എന്തെങ്കിലും കള്ളം പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല വക്കീൽ വന്ന് അവരെ ഇറക്കിക്കൊണ്ടു പോകും. ഇതിനേക്കാൾ കൂടുതലായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. അവരും നമ്മളെപ്പോലെ ഒരു സാധാരണ സ്ത്രീ തന്നെയാ. അതാ ഞാൻ പറഞ്ഞത്, ഇതിന് നമ്മൾ തന്നെ പ്രതികരിക്കുന്നതാ നല്ലതെന്ന്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പോയി നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് പിന്നെ പോലീസ് കേസാവും, പറഞ്ഞേക്കാം.